ഹലോ, വെൽക്കം ബാക്ക്. ഞങ്ങൾ ഇന്നലെ ഒരു പ്ലേസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ലൊക്കേഷൻ വന്നത് നമ്മുടെ ഓൾഡ് ദോഹ പോർട്ടിൽ ഒരു സീക്രട്ട് അക്വേറിയം ഉണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നലെ പോയത്. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ആ ഏരിയ തന്നെ അടിപൊളിയായിരുന്നു. കാരണം നല്ല കാമായിരുന്നു. പിന്നെ അടുത്ത് തന്നെ മറ്റേ ബീച്ച് പോലെയുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി കേട്ടോ. നമുക്ക് ഫ്രീ എൻട്രി ആണ്, ടിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. ഇതുവരെ ഫ്രീ ആണ്. പിന്നെ ഏകദേശം ഒരു കൊല്ലത്തോളം ആയിട്ടോ ഇത് ഓപ്പൺ ചെയ്തിട്ട്. പക്ഷെ നമ്മളിപ്പോഴേ അറിഞ്ഞുള്ളൂ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അവിടെ ഫുള്ള് വൈബായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, കണ്ണെടുക്കാൻ പറ്റില്ല, അത്രയും ഉണ്ടായിരുന്നു. നമ്മൾ ഒരാളെ നോക്കുമ്പോഴേക്ക് അടുത്ത ആളെ നോക്കും. അങ്ങനെ ആരെയും നോക്കണ്ടേ, ആരെയും ശ്രദ്ധിക്കണ്ടേ എന്ന് പോലും നമുക്കറിയണ്ടായിരുന്നില്ല. അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എല്ലാം. പിന്നെ സച്ചുൻ്റെ കേസ് പിന്നെ പറയണ്ടല്ലോ, അവന് ഫിഷ് എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. അത് ജീവനുള്ളതായാലും ഇല്ലാത്തതായാലും. അതുകൊണ്ട് അവൻ്റെ കേസ് പറയേ വേണ്ട. അപ്പം അവനിങ്ങനെ നല്ലപോലെ ആസ്വദിക്കണ്ടായി. കുറേ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് എന്താ പറയുക, അവന് സന്തോഷം കൊണ്ട് ഇങ്ങനെ നേരിട്ടിങ്ങനെ കാണല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ആളിങ്ങനെ അടിപൊളിയായിരുന്നു. കുറേ ഒച്ചയും ബഹളമൊക്കെ എടുക്കണ്ടേ. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ കൂട്ടത്തോടൊക്കെ പോകണം, എന്തൊരു ഭംഗിയല്ലേ. അയ്യോ, ഒന്നും പറയണ്ട, ഇത്രയും രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്ന് പിള്ളേർക്കായാലും നമുക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലേസാട്ടോ. ഇപ്പോൾ ഖത്തറിലുള്ളവർ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. കാരണം അത്രയും അടിപൊളിയാണ്. ഏകദേശം ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഇവിടെ നമുക്ക് അക്വേറിയം മാത്രമല്ല കേട്ടോ, കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ഡിസ്പ്ലേ തന്നെയുണ്ട്. നമുക്ക് ഖത്തറിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസിൻ്റെ ഒക്കെ പിക്ചേഴ്സൊക്കെ കൊടുക്കണ്ട കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. എന്നിട്ട് അവിടെ തൊട്ട് സൈഡിൽ തന്നെ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കാനും എല്ലാം കൊണ്ടും അടിപൊളിയായുള്ള സ്പേസാണ്. പിള്ളേർക്ക് കളിക്കാനും നമുക്ക് നല്ല വൈബായിട്ടുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ബീച്ചിൻ്റെ സൈഡിലൊക്കെ നിന്ന് നല്ല രസമായിരുന്നു. നല്ല സീനറി ആയിരുന്നു കേട്ടോ. എല്ലാം കാണാൻ കുട്ടികളൊക്കെ ഫുള്ള് ഓട്ടവും ചാട്ടവും കളിയൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, ബോറടിക്കില്ല, അത്രയും വൈബായിരുന്നു കേട്ടോ. വീണ്ടും വീണ്ടും വരാൻ തോന്നി. പിന്നെ മോളിനെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു അറിയോ. അയ്യോ, ഒന്നും പറയണ്ട, അത്രയും സൂപ്പർ ഒരു വൈബായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഫുള്ള് തകർത്തിട്ടുണ്ട്. കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അച്ഛനും മോനൊക്കെ എന്തൊക്കെയോ പറയണ്ട കേട്ടോ. മോണ്ടെ നോക്കിയിട്ട് ചുമ്മാ ഒരു പോസ് ചെയ്യാനാണ്. സച്ച് ഫുള്ള് ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഫുള്ള് കളിയായിരുന്നു. ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ പട്ടം പറത്തനൊക്കെ ഉണ്ടാവും. നമ്മൾ നാട്ടിലെല്ലാം ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ ഒരു കൗതുകമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലിക്കറ്റ് ടേസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്കാട്ടോ വന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സഫാരി മാളിൽ പോയി കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സച്ചു പിന്നെ ഫിഷിൻ്റെ ഏരിയ കണ്ടാൽ പിന്നെ വിടൂലല്ലോ.
പിന്നെ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾക്ക് കണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.